നമസ്കാരം. ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജെഡിയുവും ലാലു പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷിയായ ആർജെഡിയും ലയനത്തിലേക്ക് നീങ്ങുകയാണ് എന്ന സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. തനിക്ക് ലാലു പ്രസാദ് യാദവുമായി വളരെ അടുത്ത വ്യക്തിബന്ധമുണ്ട് എന്നും അത്തരത്തിലുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയിലാണ് അദ്ദേഹം ഈ ലയനത്തെക്കുറിച്ചുള്ള സൂചനകൾ തനിക്ക് നൽകിയതെന്നുകൂടി ഗിരിരാജ് സിംഗ് പറയുന്നുണ്ട്. മാത്രമല്ല, INDAA എന്ന മുന്നണിയിൽ അടുത്ത കാലത്തൊന്നും തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കില്ല എന്നുകൂടി ഗിരിരാജ് സിംഗ് പറയുന്നുണ്ട്. അടുത്തിടെ നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്ത് കേന്ദ്രമന്ത്രിയായ ഗിരിരാജ് സിംഗും അതിനോടൊപ്പം INDA മീറ്റിംഗിൽ പങ്കെടുത്ത ശേഷം ലാലു പ്രസാദ് യാദവും ദില്ലിയിൽ നിന്ന് ബീഹാറിലേക്ക് ഒരേ വിമാനത്തിൽ തന്നെയായിരുന്നു മടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ലയനത്തെക്കുറിച്ചുള്ള സൂചനകൾ ഇപ്പോൾ കേന്ദ്രമന്ത്രി നൽകുന്നത് വിശ്വസിക്കാമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നത്. INDAA എന്ന പ്രതിപക്ഷ മുന്നണിയിലെ എല്ലാ സഖ്യകക്ഷികളും ജനുവരിക്ക് മുൻപ് തന്നെയായി സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കുമെന്ന് നിതീഷ് കുമാർ പറഞ്ഞിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പിലാണ് തങ്ങൾ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതേക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ഗിരിരാജ് സിംഗിനോട് ചോദിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ലയന നീക്കങ്ങളെ കുറിച്ചുള്ള സൂചന നൽകിയിരിക്കുന്നത്. മകനും ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവിനെ ബീഹാറിൽ മുഖ്യമന്ത്രിയാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുകൂടി ലാലു പ്രസാദ് തന്നോട് വിമാനത്തിൽ വെച്ച് പറഞ്ഞിരുന്നു എന്നും ഗിരിരാജ് സിംഗ് പറയുന്നുണ്ട്. എന്നാൽ കേന്ദ്രമന്ത്രിയുടെ ഈ അവകാശവാദങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് ലാലു പ്രസാദ് യാദവും രംഗത്തുണ്ട്. അങ്ങനെ ബീഹാറിൽ വലിയ ഒരു രാഷ്ട്രീയ യുദ്ധം തന്നെ നടക്കുകയാണ്. എന്തായാലും ജെഡിയും ആർജെഡിയും ഒന്നിച്ചു പോയാലും ഇല്ലെങ്കിലും INDAA എന്ന മുന്നണിക്കുള്ളിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഒരു സമവാക്യത്തിൽ എത്തില്ല എന്നുള്ളത് ഏതൊരു സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള ആൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതിനിടയിലാണ് ബീഹാറിന്റെ രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ലയന നീക്കത്തെ പറ്റിയുള്ള വാർത്ത കൂടി പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.